ഹരി ഓം. ദശകം 19 ശ്ലോകം 3. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശദ്ഭക്തതമസ്തവസ്തവം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. തഥാ ഭവത് തീർത്ഥം ഇദം സമാഗതഃ. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവഃ ഭവത് സേവക ദർശന ആദൃതഃ. ഭവോ ഭവത്സേവക ദർശനാദൃതഃ. പ്രകാശം ആസാദ്യ പുരഃ പ്രചേതസാം. പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭക്ത തമഃ തവ സ്തവം. ഉപാദിശത് ഭക്ത തമസ്തവസ്തവം. ഉപാദിശത് ഭക്ത തമഃ തവ. അതാണ് ഭക്ത തമസ്തവഃ. വിസർഗം കഴിഞ്ഞ് വരുന്ന ആ തവ പദം ഒരുമിച്ച് പറയുമ്പോൾ ഭക്ത തമസ്തവ സ്തവം. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. തഥാ ഭവത്സേവക ദർശനാദൃതഃ. തഥാ അപ്പോൾ, ഭവത് സേവക എന്നുവെച്ചാൽ അവിടുത്തെ ഭക്തന്മാരെ കാണുവാൻ വേണ്ടി. തഥാ ഭവത്സേവക ദർശനാദൃതഃ. ദർശനാദൃതഃ കാണുവാൻ വേണ്ടി, അവിടുത്തെ ഭക്തന്മാരെ കാണുവാൻ വേണ്ടി. ഭക്തതമഃ ഭവ ഇദം. ഭക്തതമഃ പരമഭക്തനായ ശ്രീ പരമേശ്വരൻ. അപ്പം ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമഭക്തനാണ് ശ്രീ പരമേശ്വരൻ. അതുകൊണ്ട് പരമതമഃ ഭവഃ ഇദം. ആ പരമഭക്തനായ ശ്രീ പരമേശ്വരൻ ഈ അവിടുത്തെ ആ തീർത്ഥത്തിലേക്ക് വന്ന് പ്രചേതസാം പുരഃ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തവ സ്തവം ഉപാദിശത് നിന്തിരുവടിയുടെ സ്തോത്രം ഉപദേശിച്ചു. അപ്പം പരമഭക്തനായ ശ്രീ പരമേശ്വരൻ ഈ അവിടുത്തെ തീർത്ഥത്തിലേക്ക് വന്ന് പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ സ്തോത്രം ഉപദേശിച്ചു. അതാണ് ഭക്തതമഃ ഭവഃ ഇദം ഭവത്തീർത്ഥം സമാഗതഃ പ്രചേതസാം പുരഃ പ്രകാശം ആസാദ്യ തവ സ്തവം ഉപാദിശത്. ശ്രീ പരമേശ്വരൻ വിഷ്ണുവിൻ്റെ പരമഭക്തനാണ്, പ്രചേതസ്സുകളും പരമഭക്തന്മാരാണ്. അപ്പം ഈ ഭക്തന്മാർക്ക് മറ്റു ഭക്തന്മാരെ കാണാൻ ആഗ്രഹമുണ്ടാവുന്നത് ഒരു സ്വാഭാവിക കാര്യമാണ്. കുശുമ്പില്ല അവർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പില്ല. ആ ഭക്തി മാത്രമാണുള്ളത്. ഭക്തന്മാർക്ക് ഭക്തന്മാരെ കാണുക വഴി അതൊരു സന്തോഷമുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ആ പോസിറ്റീവ് എനർജിയാണ് മാറുന്നത്. അപ്പം അതുകൊണ്ട് ആ പ്രചേതസ്സുകളെ കാണാനായിട്ട് പരമേശ്വരൻ അവിടെ ചെല്ലുന്നു. ഭഗവാനെ ഭജിക്കുവാനുള്ള ഒരു സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അതാണ് രുദ്രഗീതം എന്നറിയപ്പെടുന്നത്. പരമശിവൻ ഈ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ ഈ അവിടുത്തെ തീർത്ഥത്തിലേക്ക് എന്ന് പറഞ്ഞത്, അവിടുത്തെ എന്ന് പറഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ്റെ ഈ തീർത്ഥത്തിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പ്രചേതസ്സുകൾ ആ പടിഞ്ഞാറേ സമുദ്രക്കരയിൽ കണ്ട ആ സരസ് അവിടേക്കാണല്ലോ പോയത്. അപ്പോൾ ആ സരസ്
പടിഞ്ഞാറേക്കരയിൽ സമുദ്രക്കരയിൽ കണ്ട സരസ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്കുള്ള തീർത്ഥകുളമാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ ആ സൂചനയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഗുരുവായൂർപുര മാഹാത്മ്യത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രുദ്രഗീതമെന്ന സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്ത ആ ശ്രീ പരമേശ്വരനാണ് ആ മമ്മിയൂർ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതും എന്നാണ് പറയപ്പെടുന്നത്. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശദ്ഭക്തതമസ്തവസ്തവം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപദേ ഹര ഹര മഹാദേവ. അവിടെ മഹാദേവനെയാണ് പറയുന്നത്. മഹാദേവൻ അവിടെ ചെല്ലുന്നു, അവർക്ക് രുദ്രഗീത ഉപദേശിച്ചു കൊടുക്കുന്നുവല്ലോ പരമശിവൻ. അതുകൊണ്ടാണ് അവിടെ മഹാദേവനെ സ്തുതിക്കുന്നത്.